സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തിരുത്തി സുവർണ്ണ നേട്ടം കൈവരിച്ച ഇടുക്കി കാൽവരി മൗണ്ട് സ്വദേശി ദേവപ്രിയ ഷൈബുവിന് CPM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം ഇന്ന് നടക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വീടിന്റെ താക്കോൽ ദേവിപ്രിയയുടെ കുടുംബത്തിന് കൈമാറും. വിവരങ്ങളുമായി ജോയ്മോൻ ജോസ് ഉണ്ട്. ജോയ്മോൻ, വലിയ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അന്ന് ദേവിപ്രിയ റെക്കോർഡ് നേടുമ്പോൾ തന്നെ നമ്മൾ ആ വീടിന്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നതാണ്. അവരുടെ നിസ്സഹായാവസ്ഥ നമ്മളോട് പറഞ്ഞിരുന്നതാണ്. ആ ഘട്ടത്തിൽ വീട് വെച്ച് നൽകുമെന്ന് CPM പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. വലിയ സന്തോഷത്തിലായിരിക്കും അവിടെയുള്ളവർ, അല്ലേ? തീർച്ചയായും ഗൗതം, വലിയൊരു സന്തോഷം തന്നെയാണ് ദേവപ്രിയയും അതോടൊപ്പം തന്നെ കുടുംബവും അതോടൊപ്പം തന്നെ ദേവപ്രിയയുടെ സ്വന്തം നാടായ കാൽവരി മൗണ്ടും. കാരണം നമ്മൾ കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് റെക്കോർഡ് സ്വർണം നേടിയ ദേവപ്രിയയ്ക്ക് സ്വന്തമായ ഒരു വീടില്ലായിരുന്നു. അതായത് ഈ വാരിക്കൂട്ടിയ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വിൽക്കാൻ പറ്റിയ സുരക്ഷിതമായ ഒരു വീടില്ലാത്തത് വലിയൊരു വിഷമമായിരുന്നു. ആ വിഷമം കേരളക്കരയാകെ സ്വപ്ന പ്രകടനത്തിന് ശേഷം കണ്ടതാണ്. അതിനുശേഷം പിന്നാലെ തന്നെ CPM ഇത്തരത്തിൽ ദേവപ്രിയയ്ക്ക് വീട് വെച്ച് നൽകും എന്ന് അറിയിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ പ്രഖ്യാപനം CPM പ്രവർത്തകർ അല്ലെങ്കിൽ CPM പാർട്ടി തന്നെ വളരെ ഗംഭീരമായി ഇപ്പോൾ പൂർത്തിയാക്കി. നമുക്കിപ്പോൾ കാണാം, ഈ കാണുന്നതാണ് ദേവഭവൻ എന്നാണ് ഈ വീടിന് പേര് നൽകിയിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് ഒരു ഓണ സമ്മാനം എന്നോണമാണ് ഈ കുടുംബത്തിന് ഈ വീട്. കാരണം സ്വന്തമായൊരു വീട് ഈ ദേവപ്രിയം അതോടൊപ്പം തന്നെ ഈ കുടുംബവും ആഗ്രഹിച്ചിരുന്നു. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കണം. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവിടേക്ക് എത്തിയിട്ടായിരിക്കും ഈ വീടിൻ്റെ താക്കോൽ ദാനം ഔദ്യോഗികമായി ഈ കുടുംബത്തിന് കൈമാറുക. എന്തായാലും നമുക്കിപ്പം ദേവപ്രിയയും കുടുംബവും ഉണ്ട്. നമുക്ക് അവരുടെ സന്തോഷം ചോദിച്ചറിയാം. ദേവപ്രിയ, ഇപ്പോൾ സ്വന്തമായ ഒരു വീടായിരിക്കുകയാണ് ഈ ഓണക്കാലത്ത്, എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചില്ല എത്ര പെട്ടെന്ന് വീടൊന്ന് പണിത് കിട്ടുമെന്ന്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. വീട് വെച്ച് തന്ന വർഗീസ് സഖാവിനും റോമേഷ് സഖാവിനും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അതിന് ഈ സ്വർണ്ണം സ്വന്തമായി കഴിയുമ്പോഴത്തേക്ക് ഈ വീട് വെച്ച് തരുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും പെട്ടെന്ന് അത് പൂർത്തിയാകുകയും ചെയ്ത് ഇപ്പോൾ കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് ഇന്ന് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം മഴക്കാലത്തൊക്കെ മഴ നനഞ്ഞുകൊണ്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം തൊട്ട് പുതിയ വീട്ടിലേക്ക് മാറുകയാണല്ലോ എന്നോർത്ത് സന്തോഷിക്കുന്നു. അപ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. അതായത് നേരത്തെ പരിമിതികളുള്ള വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് പുത്തൻ അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ നമുക്ക് ദേവപ്രിയയുടെ അച്ഛൻ ചേർന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടാ സന്തോഷങ്ങളൊക്കെ? സന്തോഷം, വളരെയധികം സന്തോഷം. 10 മാസം കൊണ്ട് വീട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഞാനൊരു ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് CPM-ൻ്റെ തന്നെ. ഞങ്ങൾ ഒരു പണം ഉണ്ടാകാനുള്ള സാവകാശം, പിന്നെ ഈ കാലാവസ്ഥ ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിലിയാൻ ചലഞ്ച് അങ്ങനെ മറ്റു പരിപാടികളൊക്കെ അങ്ങനെയാണ് സംഭവം നമ്മൾ ഇവിടെ നടത്തി വന്നത്. പാർട്ടി ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിലും അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസങ്ങളിലും വർഗീസ് സഖാവ്, റോമേഷ് സഖാവ്, അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറി സഖാവ് സാബീഷ്, KJ ഷൈൻ, ഏരിയ ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഇവരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്നു. കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഇപ്പോൾ വീട് യാഥാർത്ഥ്യമായിരിക്കണം. അപ്പോൾ കുടുംബമായിട്ട് ഇന്നിപ്പോൾ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം നടത്താം. അപ്പോൾ വലിയ സന്തോഷത്തിലാണ്. വളരെയധികം സന്തോഷം. വളരെ എൻ്റെ പാർട്ടി ഈ ഒരു വാക്ക് പറഞ്ഞത് എത്രയും പെട്ടെന്ന് സമയബന്ധിതമായി തീർക്കുമെന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി തന്നെ നടത്തി. അതായത് ഒരു 3 മാസം മുമ്പ് തീരേണ്ട പരിപാടിയാണ്. 3 മാസം ഈ ഇത് പണിതുകൊണ്ടിരുന്ന ഭായിമാരായിരുന്നു. അവരുടെ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർക്കെല്ലാം പോകേണ്ടി വന്നു. അങ്ങനെ അതുകൊണ്ട് ഒരു 2-3 മാസത്തെ അവകാശം. 10 മാസത്തെ കൊണ്ട് തന്നെ ഈ വീട് പൂർത്തിയാക്കി. അപ്പോൾ വീട്ടിലേക്ക് ഇവരുന്ന് താമസം മാറും. എന്തായാലും ഇപ്പോൾ ദേവപ്രിയ ഇപ്പോൾ അടുത്ത ഒളിമ്പിക്സ് വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഇനി അവാർഡുകൾ വാരിക്കൂട്ടിയ റെക്കോർഡുകൾ സ്വന്തമാക്കിയാൽ കൊണ്ടുവെക്കേണ്ട ഒരു വീടുണ്ട്. അപ്പോൾ ഇത്തവണ റെക്കോർഡുകൾ പ്രതീക്ഷിക്കാമോ? ഞാൻ പരിശ്രമിക്കും. അപ്പോൾ വലിയ സന്തോഷം. ദേവപ്രിയയുടെ അമ്മയുണ്ട്. അപ്പോൾ അമ്മ, എങ്ങനെയാണ് സന്തോഷങ്ങൾ? ഇപ്പോൾ വീട്ടിലേക്ക് ഇന്ന് മാറുകയാണ്, എങ്ങനെയാണ് സന്തോഷം? വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. വർഗീസ് സഖാവ് ഗംഭീരമായി വീട് ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും വലിയൊരു വീടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിലൊരുപാട് സന്തോഷം. വലിയ സന്തോഷത്തിലാണ് ദേവപ്രിയയും കുടുംബം. കാരണം അവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിൽ പരിമിതമായ സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ അവിടെ നിന്നെല്ലാം ഇപ്പോൾ സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്നേഹഭവനത്തിലേക്ക് അവർ മാറും. എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇവിടെ എത്തി ഈ വീടിൻ്റെ നാട് മുറിച്ച് ഇവർക്ക് ഈ താക്കോൽ കൈമാറും. എന്തായാലും CPM പ്രവർത്തകരോടൊപ്പം പാർട്ടിയുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ
കൂടിയാണ് ഇപ്പോൾ ഇവർക്ക് ഈ വീട് സ്വന്തമാക്കുന്നത്. എന്തായാലും അല്പം വൈകാതെ തന്നെ ഇവരുടെ താക്കോൽ ദാന ചടങ്ങ്, അതായത് വീടിൻ്റെ താക്കോൽ കൈമാറ്റവും നടക്കും. എന്തായാലും കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ നടത്തിയ മിന്നും പ്രകടനം ഇത്തരത്തിൽ ഈ കുടുംബത്തിനെയും അതോടൊപ്പം ഈ ദേവപ്രിയുടെയും സന്തോഷത്തിന് കാരണമായിരിക്കുന്നത്. എന്തായാലും ജോയ് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ആ കുടുംബമുള്ളത്. ഇത്രയും വേഗം ഈ വീട് പൂർത്തിയായി ലഭിക്കുമെന്ന് അവരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ വീട് വെച്ച് നൽകുകയാണ് CPM. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിയിട്ട് വീടിൻ്റെ താക്കോൽ ദാനം ചടങ്ങുകൾ അല്പസമയത്തിനകം അവിടെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.